ഓം ശ്രീനാരായണ പരമഗുരുവേ നമ. ഏവർക്കും വിനീതമായ നമസ്കാരം. എൻ്റെ വിഷയം ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ. ജീവിതത്തിൻ്റെയും ലോകത്തിൻ്റെയും പ്രശ്നപരിഹാരത്തിന് നാം ആത്മജ്ഞാനികളെ ആശ്രയിക്കാറുണ്ട്. ഭൗതിക ശാസ്ത്രപരിജ്ഞാനം കേവലം ഭാഗികമായ വീക്ഷണം മാത്രമാണ് നമുക്ക് നൽകുന്നത്. അതിൽ ആത്മജ്ഞാനം കൂടി ചേർത്ത് ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ മാത്രമാണ് സമഗ്ര വീക്ഷണത്തിലെത്തുക. ഇത് തന്നെയാണ് ഗുരുദേവ ദർശനം നമ്മെ ഉദ്ബോധിപ്പിച്ചു തരുന്നത്. ആത്മാവിനെ പറ്റി ജ്ഞാനമില്ലെങ്കിൽ ജീവികൾക്ക് ഈ ലോകം ഭയാനകമായി തോന്നും. ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരു ആഹ്വാനം ചെയ്ത അഷ്ടലക്ഷ്യങ്ങൾ നമ്മെ സമഗ്രമായ വീക്ഷണത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്ന് കേരളത്തിനും അകത്തും പുറത്തും, അതിനുപരി ഭാരതത്തിന് പുറത്ത് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും ലക്ഷോപലക്ഷം ജനങ്ങളാണ് ശിവഗിരി തീർത്ഥാടനത്തിന് പങ്കാളികളായി കൊണ്ടിരിക്കുന്നത്. ആത്മീയവും ഭൗതികവും പാശ്ചാത്യവും പൗരസ്ത്യവുമായ ചിന്താധാരകളെ പരസ്പരം വൈരുദ്ധ്യമില്ലാതെ സംയോജിച്ച് ഒരു ഏകലോക സമീക്ഷയ്ക്ക് വഴിയൊരുക്കുന്ന സമന്വയ ശാസ്ത്രമാണ് ഇന്ന് നമ്മുടെ ലോകത്തിന് ആവശ്യം. ഇത് ഉജ്ജ്വല കാന്തിയോടെ ഗുരുദേവ ദർശനത്തിൽ വിളങ്ങി നിൽക്കുന്നു. പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം തന്നെ പറയുന്നു സമൂഹം നന്നായാൽ എല്ലാം നന്നാകുമെന്ന്. എന്നാൽ ഗുരുദേവ ദർശനം ഒരു പടി കൂടി ഉയർത്തി പറയുകയാണ്. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ മനുഷ്യൻ നന്നായാൽ മാത്രമേ ലോകസമാധാനം ഉറപ്പാകൂ എന്ന്. സമത്വപൂർണമായ, സമഭാവനപൂർണമായ, ശാന്തിപൂർണമായ ഒരു ഏകലോകത്തെയാണ് ഗുരുദേവൻ വിഭാവനം ചെയ്യുന്നത്. ഇത് നമ്മെ ഉദ്ഘോഷിപ്പിച്ചു തരുന്ന മഹാസന്ദേശമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മഹാവചനം. ലോകത്തെ കോടാനുകോടി ജനങ്ങളുണ്ട്, ഏകദേശം 804 കോടിയോളം ജനങ്ങൾ. എന്നാൽ ഒരുവന്റെ ശബ്ദമല്ല മറ്റൊരുവന്. നിറം, പെരുമാറ്റം, വസ്ത്രധാരണം, സംസ്കാരം, ഭാഷ എല്ലാം വേറെ വേറെ തന്നെ. എന്നിരുന്നാലും എല്ലാവരുമുള്ള സത്ത ഒന്ന് തന്നെയെന്ന് വെളിപ്പെടുത്തി തരുന്ന മഹാവചനം. ഇത്ര മനോഹരമായാണ് ആത്മോപദേശ ശതകത്തിലെ 10ാം ശ്ലോകത്തിലൂടെ ഗുരു നമുക്ക് ഇത് വെളിപ്പെടുത്തി തരുന്നത്. ഇരുളിൽ 2 മനുഷ്യരെ നിർത്തി ഒരേ ചോദ്യം ചോദിക്കുകയാണ്, നീ ആരാണ്? നീ ആരാ എന്ന ചോദ്യത്തിന് ഇരുവരും പറയുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്, ഞാനാ. ഞാൻ എന്ന വാക്ക് ഇവിടെ അവനവിൽ തന്നെ പ്രകാശിക്കുന്ന ഭാവത്തെ അനുഭവിക്കുകയാണ്. ഒരേ പരമാത്മശക്തിയുടെ കോടാനുകോടി ഭാവങ്ങളാണ് ഈ ലോകത്തിലെ കോടാനുകോടി ജീവികളും. നമുക്ക് അഭിമാനിക്കാൻ കൊള്ളാവുന്ന, സ്നേഹിക്കാൻ കൊള്ളാവുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ലോകത്തെ വാർത്തെടുക്കാനുള്ള പ്രേരണയാണ് ഗുരുവിന്റെ അദ്വൈത ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഗുരു വിഭാവനം ചെയ്യുന്ന ഈ പുതിയ ലോകത്തിൽ ഒരുവൻ മറ്റൊരുവനെ ചൂഷണം ചെയ്യുന്നില്ല. അതിനേക്കാൾ പ്രാധാന്യം ഒരുവൻ മറ്റൊരുവനുമായി സഹകരിച്ച് ഈ ലോകത്തെ കൂടുതൽ ധന്യമാക്കാൻ ശ്രമിക്കുന്ന സഹപ്രവർത്തകനാകുന്നു എന്നതാണ്. 1948 മെയ് 19 പാരീസിലെ അമേരിക്കൻ എംബസിയിൽ നിന്ന് സ്വന്തം പൗരത്വം പരിത്യജിച്ച ഗാരി ഡേവിഡ് ഹൃദയത്തിലേക്കിയതും ഗുരുവിന്റെ ഈ അദ്വൈത ദർശനത്തെയാണ്. ഗാരി അന്ന് നടരാജ ഗുരുവുമായി ചേർന്ന് സ്ഥാപിച്ചെടുത്ത വൺ വേൾഡ് ഗവൺമെന്റ്, അതിനുവേണ്ടി നടരാജ ഗുരു രചിച്ചതാണ് ഏകലോക സർക്കാരിനുള്ള മാനിഫെസ്റ്റോ. ഈ മാനിഫെസ്റ്റോ അടിസ്ഥാനമാക്കി ലോകത്തെമ്പാടുമുള്ള ജനഹൃദയങ്ങളിലേക്ക് ഗുരുവിന്റെ അദ്വൈത ദർശനത്തെ സന്നിവേശിപ്പിക്കാൻ ഗാരിക്ക് സാധിച്ചു. പ്രബുദ്ധ വിദ്യാഭ്യാസം ആഹ്വാനം ചെയ്ത ഗുരു കുട്ടികൾക്കായി രചിച്ചതാണ് ദൈവദശകം. ഇതുവരെയും ഒരു ഉപനിഷത്തിൽ മാത്രമാണ് ദൈവത്തെ പേര് ചൊല്ലി വിളിക്കാത്തത്. എന്നാൽ ദൈവദശകത്തിലും ഈശ്വരനെ പേര് നൽകിയിട്ടില്ല. ഈ ദൈവദശകം ഇന്നും ലോകത്തിലെ പണ്ഡിതന്മാരുടെ പഠന വിഷയമാണ്. ലോകത്തിലെ എല്ലായിടത്തും തന്നെ ദേശീയവാദം കൊടുപ്പിരികൊണ്ടിരിക്കുന്ന എല്ലായിടത്തും ആത്മജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം ഒന്നാണെന്ന് ഉത്ബോധിപ്പിച്ച ഗുരുവിന്റെ ഈ ദർശനം ഈ ലോകത്തെ വിശ്വസാഹോദര്യത്തെ പുലർത്താൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശ്വമാനവതയുടെ പ്രവാചനായ
ആ ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.